നമസ്തേ, ദ വീൽ ഓഫ് ഫോർച്യൂൺ 7/7 ടാരോട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലാസ്റ്റ് ഇൻട്രാക്ഷനിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് ചിന്തിച്ചത്, എന്താണ് അവർ ഏത് രീതിയിലാണ് അവർ നിങ്ങളെ നോക്കി കണ്ടിട്ടുള്ളത്, നിങ്ങളെന്നുള്ളൊരു വ്യക്തിയെ. ലൈക്ക് ലാസ്റ്റ് നിങ്ങൾ ഒരു പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ഫോണിലാവാം, അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിച്ച റിലേഷനെ കുറിച്ച് സെപ്പറേഷൻ ഫേസിലായിട്ടുണ്ടാവും, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്ട്സ് ഉണ്ടാവാം. ആ ഒരു ടൈമിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് എന്താണ് ചിന്തിച്ചിട്ടുള്ളത്? ഓക്കെ, ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഐ നോ ഇറ്റ്സ് കുറച്ച് ഇതായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കാം കുറച്ച് പേർക്കെങ്കിലും അതിനോട് ഇതുണ്ടാവില്ല. പക്ഷേ എനിക്ക് സജസ്റ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് വന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാനതിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി, ശരിക്കും ആ ഒരു കാര്യം മിക്കവർക്കും അറിയേണ്ട ഒരു ഇതായിരിക്കും. ലൈക്ക് എല്ലാവർക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, വഴക്കിന് ശേഷം എന്താണ് എക്സാക്റ്റ് അങ്ങനെ അവരുടെ മൈൻഡിൽ എന്താണെന്നൊരു ക്ലാരിറ്റി കിട്ടാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്സ് ഒരു യൂസ്ഫുൾ ആകും, നിങ്ങൾക്കൊരു ഗൈഡൻസ് ഇതിൽ കിട്ടുമെന്ന് ഞാൻ ട്രസ്റ്റ് ചെയ്യുകയാണ്. ബിക്കോസ് ഇതൊരു ഗൈഡൻസ് മാത്രമാണ്, ജസ്റ്റ് ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു റീഡിങ് ഫുൾ കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, യൂസ്ഫുൾ ആവട്ടെ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന റീഡിങ്സൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റിൽ തന്നെ നമുക്ക് കാർഡ്സ് ഒന്ന് ക്ലെൻസ് ചെയ്യാം. ഓക്കെ, ഓൾറെഡി ഞാൻ ക്ലെൻസ് ഒക്കെ ചെയ്തായിരുന്നു, ബട്ട് ഇതൊരു ഫ്രഷ് എനർജീസ് ഒക്കെ വരട്ടെ അല്ലേ. ഇപ്പോൾ ഒരു റീഡിങ് ചെയ്യുമ്പോഴേ ഞാൻ അങ്ങ് ടയർഡാണ്. പ്ലീസ് ഗൈഡ് മീ വ്യൂവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിനെ ലാസ്റ്റ് ഇൻട്രാക്ഷനിൽ എങ്ങനെയാണ് നോക്കിക്കണ്ടത്, എന്തായിരുന്നു ഒരു വ്യക്തിയുടെ മനസ്സിൽ? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. Four of Cups, Hermit. Give me one card. നമുക്കിവിടെ കാർഡ്സ് കിട്ടിയിട്ടുള്ളത് ഇത് എംപറർ കാർഡാണ്. ഓഫ് കോഴ്സ് ഈ ഒരു വ്യക്തി ഒരു വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായ ടൈമിൽ ഈ എംപററായിട്ട് തന്നെ ആയിരിക്കും ഇരുന്നിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈഗോയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ അത്രയും റൂഡായിട്ട് തന്നെ ആയിരിക്കും നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. ലൈക്ക് അവരുടെ ഈഗോ വെച്ചിട്ടായിരിക്കും സംസാരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യുന്ന രീതിക്ക്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ടോക്സിക് ആയിട്ടുള്ള ഒരു വേയിലായിരിക്കും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു വ്യക്തിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈഗോ ഹേർട്ട് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് എന്താണോ നിങ്ങൾ ആ ഒരു വ്യക്തിയായിട്ട് സംസാരിച്ചത്, ആ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിക്ക് ഈഗോ ഹേർട്ടായി. അവർ ആ ഒരു ടൈമിൽ അവരെന്താ പറയുക, നല്ല രീതിക്ക് ഒരു എംപറർ എന്നുള്ളൊരു എനർജിയിലേക്ക് ആയിട്ടുണ്ട്. എംപറർ എന്നുള്ളൊരു എനർജിയിലേക്ക് മാത്രമല്ല ഇവിടെ ആയിട്ടുള്ളത്, ഈ ശരിക്കും ഈ ഒരു വ്യക്തിക്ക് എല്ലാത്തൊരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ രണ്ടുപേരിൽ ഈ ഒരു വ്യക്തി സിംഗിൾ പേരൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ പേരൻ്റ് ആയിരിക്കാം, മാരീഡ് പേഴ്സൺ ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ സിംഗിൾസ് ആയിരിക്കാം. നിങ്ങൾ രണ്ടുപേരും സിംഗിൾസ് ആയിരിക്കാം. വാട്ട് എവർ ദി സിറ്റുവേഷൻസ്, എന്ത് സിറ്റുവേഷൻസ് തന്നെ ആണെങ്കിൽ പോലും ഇവിടെ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ലൈക്ക് ഭയങ്കരമായിട്ട് ആ ഒരു വ്യക്തിക്ക് ഈഗോ ഹേർട്ടായിട്ടുണ്ട് നിങ്ങളുടെ ഇടയിലുള്ള ഒരു പ്രശ്നത്തിൻ്റെ ടൈമിൽ. ശരിക്കും പറഞ്ഞാൽ ഈഗോ ഹേർട്ടായി എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി ഒരു റിലേഷനിൽ എന്താവും അവസ്ഥ, ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി മുന്നോട്ട് ഇനി എന്താകും എന്നുള്ള രീതിക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. അതായത് ആ ഒരു ടൈമിൽ നിങ്ങളുമായിട്ട് ഒരു വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ടൈമിൽ നിങ്ങൾ ലാസ്റ്റായിട്ട് ഇൻട്രാക്ഷൻ ചെയ്ത സമയത്ത് ഈ ഒരു വ്യക്തിക്ക് ശരിക്കും വല്ലാത്തൊരു നിങ്ങൾ പലപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഒരു വ്യക്തിക്ക് ശരിക്കും വല്ലാത്തൊരു റിഗ്രഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഇവർ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് ഇവർക്ക് തന്നെ ഓൾറെഡി അറിയാം. ഞാൻ മിസ്റ്റേക്സ് ഒത്തിരി അധികം ഈ ഒരു വ്യക്തിയോട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു വ്യക്തി എന്നിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്തത് ജസ്റ്റ് ഒരു സ്നേഹം മാത്രമല്ല, അത് ഈ ഒരു വ്യക്തി ഒന്നും തന്നെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ഈ ഒരു വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ഒരു വ്യക്തിയുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടും ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. ഭയങ്കരമായിട്ട് എന്താ പറയുക, ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ സമ്മതിക്കാത്തൊരു എനർജി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഇവരുടെ ഉള്ളിൽ, ഇവരുടെ ഹേർട്ടിൽ ഇമോഷൻസ് വൈസ് ഈ ഒരു ഹെർമിറ്റ് ഫേസിലേക്ക് അവർ പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് ഇവർ പറയുന്നത്, ഈ ലേഡി അല്ലെങ്കിൽ എൻ്റെ പേഴ്സൺ പറയുന്നത് ശരിയാണ്.
എന്നുള്ളൊരു റിയലൈസേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി അവിടെ ഇരുന്നിട്ടുള്ളൊരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിക്കാണ് ഇരുന്നിട്ടുള്ളത്. ഈ എംബററിനെ പോലാണ് ഇരുന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ആൾ വല്ലാതെ ഈ ഒരു അവസ്ഥയ്ക്ക് ഇതാണ് ഇമോഷണൽ വേസ്. ഈ ഒരു വ്യക്തി ഹെർമിറ്റ് ഫേസിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇവർ നിങ്ങളുടെ അടുത്തേക്ക് ഷോ ചെയ്തത് ഐ ഡോണ്ട് കെയർ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല, നീ എന്ത് കാണിച്ചാലും എനിക്കൊന്നുമില്ല, ഈ എംബറർ എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഇരുന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു എനർജി നിങ്ങളോട് ആ ഒരു രീതിക്ക് പെരുമാറില്ല. എനിക്ക് എന്നെ അഫക്റ്റ് ചെയ്യുന്നില്ല, നീ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് അഫക്റ്റ് ചെയ്യുന്നില്ല, നീ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് അത്രയ്ക്ക് ജെന്യുവിനായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളല്ല, ആ ഒരു രീതിക്കായിരിക്കും ഈ ഒരു വ്യക്തി വാദിച്ചിട്ടുള്ളത്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. ഓക്കെ, അപ്പം ആ ഒരു എനർജിയിലേക്ക് ഈ ഒരു വ്യക്തി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിറ്ററലി ഒരു വ്യക്തിക്ക് ഇവർക്ക് നിങ്ങൾ സംസാരിച്ച ആ ഒരു ടൈമിൽ ഇവർക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഇനി ഇവിടെ ഈ ഒരു റിലേഷനിൽ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്തായാലും നടക്കത്തില്ല. കാരണം ഈ ഒരു വ്യക്തി ഈ ഒരു രീതിക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഇനി ഒരിക്കൽ പോലും ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിന് റെഡി ആവില്ല എന്ന് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഒരു എനർജീസാണ് എനിക്കിവിടെ സെൻസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നല്ല രീതിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ. ലൈക്ക് എന്താ പറയുക ശരിക്കും ഇവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പം നിങ്ങളെ എത്രയൊക്കെ സ്നേഹം കാണിച്ച് ഈ ഒരു വ്യക്തി വന്നെന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരിക്കലും നിങ്ങൾ ഒരിക്കലും ഈ ഒരു വ്യക്തിനെ ട്രസ്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി എന്താ പറയുക നിങ്ങളുടെ മനസ്സ് വല്ലാണ്ടൊരു എന്താ പറയുക അത്രയ്ക്കും ഹേർട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെന്താ വെച്ചാൽ ഏതൊരു രീതിക്കും ലൈക്ക് ഈ ഒരു വ്യക്തി ഈ ഒരു കപ്പ് ഓഫ് ലവ് കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഇനി വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനിയിപ്പോൾ അതൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നുള്ള ഒരു രീതിക്കാണ് ഈ ഒരു വ്യക്തിയുടെ തോട്ട്സും കാര്യങ്ങളും ആ ഒരു ടൈമിലുള്ളത്. കാരണം മനസ്സിലായി ലൈക്ക് ഇമോഷണൽ ലോസസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അവർ ചെയ്തിട്ടുള്ളത് തെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വ്യക്തിയോട് ചെയ്യുന്നത് തെറ്റാണെന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ടാവില്ലേ, ഇങ്ങനത്തെ ഒരു എനർജി. ഒരു പക്ഷേ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഒരു ഇമോഷൻസും ഉണ്ടാവില്ല ആ ഒരു ടൈമിൽ. ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ ഇവർ ഓൾറെഡി ഇവർക്കറിയാം ആ ഒരു വ്യക്തിയോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും മോശപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്, അത് ഭയങ്കര ഇതാണ് എന്നുള്ള രീതിക്ക് അറിയാമെങ്കിൽ പോലും സ്റ്റിൽ ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് കണക്റ്റഡ്. ബിക്കോസ് ഈ ഒരു വ്യക്തിയും നിങ്ങളെ ഈ ഒരു വ്യക്തി ഒത്തിരിയധികം ഹീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ളൊരു ബോണ്ട് ഒരിക്കലും ബ്രേക്ക് ആവരുത്, നിങ്ങൾ എപ്പോഴും ലൈഫ് ലോങ് ഈ ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ടാവണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അത് ആസ് എ ഒരു ലൈഫ് പാർട്ട്ണറായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തന്നിട്ടോ ഒന്നുമല്ല. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തന്നാലും ഇല്ലെങ്കിലും നിങ്ങൾ എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാവണം. കാരണം നിങ്ങൾക്ക് തന്നെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാകും നിങ്ങൾ ഈ ഒരു റിലേഷനിൽ കട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തി നൈസായിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടാവാം, നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി തരുന്നുണ്ടാവില്ല, ഇതൊരു തമാശ രൂപത്തിൽ നിങ്ങളെ ആക്കി തീർക്കുന്നുണ്ടാവും കണക്ഷൻ്റെ ഒരു ക്ലാരിറ്റിയെ പറ്റി ചോദിക്കുമ്പോഴേക്കും. ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്യക്തി വളരെ ബ്രേവാണ്, വളരെ മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ ഈ ഒരു റിലേഷനിലാണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി അധികം സങ്കടം അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്കും അതൊരു സങ്കടം എന്നുള്ള രീതിക്ക് ഉപരി അതിലൊരു റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ആൾക്ക്. ഇത്രയൊക്കെ ഈ ഒരു റിലേഷനിൽ ലൈക്ക് ഓക്കെ ഫൈൻ ആൾ ഈ ഒരു രീതിക്ക് റിലേഷനിൽ നിന്നിട്ടുണ്ടെങ്കിൽ പോലും ആൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത റിഗ്രഷനുണ്ട്, ഞാൻ ചെയ്തത് വളരെ തെറ്റായിപ്പോയി, ഇനി ഈ ഒരു റിലേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇനിയിപ്പം ഞാൻ എങ്ങനെ ഈ റിലേഷനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു തോട്ട്സ് ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് ആ ഒരു ടൈമിൽ, നിങ്ങളുമായിട്ട് വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ ടൈമിൽ. പക്ഷേ എന്നിട്ട് പോലും ഈ ഒരു വ്യക്തി ബാലൻസിൽ നിന്നും ഞാൻ എംബ്രറാണ്, ഞാൻ ബ്രേക്ക് ആവാൻ പാടില്ല എന്നുള്ള രീതിക്ക് ഈ ഒരു വ്യക്തി വിക്ടം റോൾ പ്ലേ ചെയ്ത് എംബ്രർ എന്നുള്ളൊരു എനർജിയിൽ ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു എനർജിയിൽ നിന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുള്ളത്. ഇതാണ് ആ ഒരു ടൈമിൽ ഈ ഒരു വ്യക്തിയുടെ എനർജീസ് ആയിട്ട് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നത്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ലാസ്റ്റ് ഇൻട്രാക്ഷനിൽ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചിട്ട് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുള്ളത്. സെയിം എനർജീസാണ് വരുന്നത് കേട്ടോ, സെയിം കാര്യമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നിങ്ങൾ തമ്മിൽ ആ ഒരു വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായ ടൈമിൽ ഒരു വ്യക്തി നിങ്ങളെ പല കാര്യങ്ങളും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകും. ലൈക്ക് അതെങ്ങനെയാണ് അതങ്ങനെയാണ്, നമുക്കൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ അങ്ങ് പോവാം, ഇനിത്തൊട്ട് ഞാൻ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യാം, നിൽക്ക് സ്റ്റേ ചെയ്യുക എന്നൊക്കെ ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ആ ഒരു ടൈമിൽ നിങ്ങളതിലൊന്നും വീണിട്ടില്ല, കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഇതുപോലെ കുറേ ഡയലോഗ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം എന്തെങ്കിലും എത്രയൊക്കെ ഡയലോഗ്സ് പറഞ്ഞെന്ന് പറഞ്ഞാലും ശങ്കരൻ തെങ്ങി തന്നെയാണെന്നുള്ളൊരവസ്ഥ നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു ആളുടെ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എഗ്രി ചെയ്തിട്ടില്ല. ഓക്കെ, ഒരു മിനിറ്റ്.
സോ എനർജീസാണ് നമുക്ക് സെൻസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഞാൻ ഇന്ന് റീഡിങ് എടുത്താൽ ആരെങ്കിലുമൊക്കെ എന്നെ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതാണ് മെയിനായിട്ട്. അപ്പോൾ ആ ഒരു എനർജി അങ്ങ് പോവും കയ്യിൽ നിന്ന്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മൈൻഡിൽ എപ്പോഴും ഒരു ഫിയർ ഉണ്ട്. നിങ്ങൾ പോവോ എന്നുള്ളൊരു ഫിയർ ഈ ഒരു വ്യക്തിക്കൊണ്ട് ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങൾ ഒരിക്കലും പോവരുതെന്നാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇതിലേക്ക് നിങ്ങളെ ലൈഫിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി ഈ ഒരു വ്യക്തി എന്ത് കാര്യം വേണമെങ്കിലും ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല. അങ്ങനെ ആകുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും അതിൽ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങളിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും റിലേഷനിൽ, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള രീതിക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ ഏതൊരു വ്യക്തിക്കാണെങ്കിലും അവരുടെ മാനസികാവസ്ഥ വേറൊന്ന് തന്നെ ആയിരിക്കും. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു വ്യക്തിക്കും അതറിയാം, നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ളത് ഈ ഒരു വ്യക്തിക്ക് അറിയാം. പക്ഷേ എന്നിട്ടും സ്റ്റിൽ ഈ ഒരു വ്യക്തി അത് തന്നെയാണ് നിങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. ഓക്കെ, അതാണ് നിങ്ങളുടെ ഇടയിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായത്. അതാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്റ്റിലേക്ക് ആയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് അത് എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ. ചില ആളുകൾ അങ്ങനെ എല്ലാം അറിഞ്ഞിട്ടും എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കും. എന്ന് പറഞ്ഞ പോലത്തെ ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിയെ എനിക്ക് കാണാൻ പറ്റുന്നത്. ഇവർക്ക് എല്ലാം അറിയാം, പക്ഷേ എനിക്കൊന്നും അറിയുന്നില്ല എന്നുള്ള രീതിക്കാണ് ഇരിക്കുന്നുള്ളത്. ഇപ്പം ഈ ഒരു വ്യക്തി ഇപ്പോഴാണെങ്കിലും ഒരു നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള രീതിക്ക് ലൈക്ക് എപ്പോഴും പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജീസാണ് പ്രസൻറ്റ് എനർജീസ് നമുക്ക് കാണാം. പക്ഷെ നമ്മുടെ പ്രസൻറ്റ് എനർജി നമുക്ക് മാറ്റർ അല്ല, നമ്മൾ ഓൾഡ് എനർജീസാണ് ചെക്ക് ചെയ്യുന്നത്. ലൈക്ക് അന്നത്തെ ആ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഒരു എനർജീസ് നമുക്ക് കറണ്ട് ഫീലിങ്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. കുറച്ച് പേര് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഇത് കാണുന്നതെന്നാണ് എനിക്കിവിടെ തോന്നുന്നത്. നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളും ഡിവോഴ്സിലേക്ക് നിൽക്കുന്നുണ്ടായിരിക്കും. ആ ഒരു സിറ്റുവേഷനിലായിരിക്കും. അതിനെക്കുറിച്ചിട്ട് ആളുടെ മനസ്സിൽ എന്താണ് നിങ്ങളെക്കുറിച്ചിട്ട് തോന്നുന്നത് എന്നറിയാനായിരിക്കും, അല്ലെ ആ ഒരു ഇൻട്രാക്ഷനിൽ ആൾ നിങ്ങളെക്കുറിച്ചിട്ട് എന്താണ് ചിന്തിച്ചിട്ടുള്ളതെന്ന് അറിയാനായിരിക്കും നിങ്ങളൊരു റീഡിങ് കാണുന്നുള്ളത്. ഓഫ് കോഴ്സ് ഇത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ എനർജീസും കൂടിയാണ്. കാരണം ആൾക്കും നല്ല രീതിക്ക് റിഗ്രഷൻ ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞിട്ടുള്ള സെയിം എനർജീസാണ് ഹസ്ബൻഡിൻ്റെ എനർജീസും. നിങ്ങൾ വൈഫിന് വേണ്ടിയിട്ടാണ് കാണുന്നെങ്കിൽ വൈഫിൻ്റെ എനർജീസും സെയിം തന്നെയാണ്. പക്ഷേങ്കിലും അവർക്ക് എന്താ പറയുക, നിങ്ങൾ ജസ്റ്റ് കൂടെ വേണം എന്നുള്ളതിലുപരി ഇതിലൊരു കമ്മിറ്റ്മെൻറ്റ്സ് വേണമെന്നോ അല്ലെങ്കിൽ ലോങ് ടേം ഇത് ഒരു സ്റ്റെബിലിറ്റിയോട് കൂടി സോളിഡ് ഫൗണ്ടേഷനോട് കൂടി ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല എപ്പോഴും. പക്ഷേ നിങ്ങൾ കൂടെ വേണം, നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ ട്രോമാസ് ഒക്കെ ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇവരുടെ ഫാമിലി ലൈഫിൽ അത്രയും എന്തെങ്കിലുമൊക്കെ വളരെ മോശപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ട് അതൊരു ട്രോമയായിട്ട് ഇവരുടെ ലൈഫിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി പിന്നീട് കമ്മിറ്റഡ് ആവാനായിട്ടോ അല്ലെങ്കിൽ ഈ റിലേഷനിൽ നിൽക്കാനായിട്ടോ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ സ്റ്റേബിൾ ആവാനോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഇവർക്കുള്ള ഇമോഷൻസിന് ഇവരെപ്പോഴും റൺ ചെയ്യാനായിരിക്കും ശ്രമിച്ചിട്ടുണ്ടായിരിക്കുക. ഇവ കാര്യങ്ങളൊക്കെ നിങ്ങളോടും ഷെയർ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു വ്യക്തി. അപ്പം അങ്ങനെ എപ്പോഴും ഒരു ബൗണ്ടറി കീപ്പ് ചെയ്ത് ഇവർ ശരിക്കും ലൈക്ക് നിങ്ങളായിട്ട് ആ ഒരു വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായ ഒരു ഇൻട്രാക്ഷൻ നടന്നിട്ടുള്ള ആ ഒരു ടൈമിൽ ഇവർ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം, എല്ലാ തെറ്റും എൻ്റേത് മാത്രമാണ്, ഞാനൊരു ബൗണ്ടറി കീപ്പ് ചെയ്ത് വെച്ചു. പക്ഷേ എനിക്ക് ആ ഒരു വ്യക്തി ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു വ്യക്തി എൻ്റെ ലൈഫിൽ വേണമായിരുന്നു ലൈഫ് ലോങ്, എന്നിട്ട് ഞാനൊരു ബൗണ്ടറി കീപ്പ് ചെയ്ത് വെച്ചു. ഞാൻ തന്നെയാണ് ഇതിൽ തെറ്റുകാരൻ, എൻ്റെ മിസ്റ്റേക്സ് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു റിയലൈസേഷൻസ്, ആ തോട്ട്സ് ഒക്കെ ഈ ഒരു വ്യക്തി ഡീപ്പ് ഇൻസൈഡ് ഹേർട്ടിൻ്റെ എനർജിയിൽ, സോൾ എനർജിയിൽ അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ മൈൻഡ് യൂസ് ചെയ്തിട്ടാണ് നിന്നിട്ടുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ എംബ്രർ എനർജിയിൽ ഈ ഒരു വ്യക്തി നിന്നിട്ടുള്ളത്. ലൈക്ക് എനിക്കൊന്നുമില്ല, പക്ഷേ മനസ്സിൽ എപ്പോഴും ഈ ഒരു ടൈമിൽ ഏതൊരു ടൈമിലും ആ ഒരു ടൈമിലും ഏറ്റവും കൂടുതൽ ആൾക്ക് മനസ്സിലായി ഒരു കണക്ഷൻ ബ്രേക്ക് ആകാൻ റീസൺ ഞാൻ തന്നെയാണ്. പക്ഷെ വേറൊരു ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയല്ല, എൻ്റെ കയ്യിലെ മിസ്റ്റേക്സ് കൊണ്ടാണ് റിലേഷൻ ബ്രേക്ക് ആയത്, അല്ലാതെ ഒന്നുമല്ല. അതായത് എല്ലാ മിസ്റ്റേക്സും ഈ ഒരു വ്യക്തിയുടെയാണ്, പക്ഷെ അവർ ബ്ലെയിം ചെയ്തത് മൊത്തം നിങ്ങളെ ആയിരിക്കും ലാസ്റ്റ് ഇൻട്രാക്ഷനിൽ. ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും ഉള്ള കാര്യമല്ല. ഇവർ മൈൻഡ് ഉപയോഗിച്ച് നിങ്ങളെ എന്താ പറയുക നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഡീപ്പ് ഇൻസൈഡ് ഇവർക്ക് നല്ല രീതിക്ക് ആ ഒരു ടൈമിൽ പോലും നല്ല സങ്കടം ഉണ്ടായിരുന്നു. അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഒരു വ്യക്തി ഹേർട്ടും ആയിട്ടുണ്ടായിരുന്നു, റിഗ്രഷനും ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ഇവർക്ക് നല്ല പേടി ഉണ്ടായിരിക്കും, നിങ്ങൾ പോവോ എന്നിട്ട് പോലും ഈ ഒരു വ്യക്തി നിങ്ങളോട് ആ പേടി കാണിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ പോകുന്നീ നീ പൊയ്ക്കോ എന്നുള്ള രീതിക്ക് നൈസായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, മനസ്സിലായി. പക്ഷേ നിങ്ങളത് കേട്ട് നിന്ന് നിങ്ങൾ നല്ല രീതിക്ക് അതൊരു 3 ഓഫ് സോഴ്സ് പോലെ നിങ്ങളുടെ ചങ്കിൽ അത് കുത്തി ഇറങ്ങിയിട്ടുണ്ട്.
അപ്പം ഈ ഒരു വ്യക്തി അത് ജസ്റ്റ് ഒരു എന്താ പറയുക, ഇവരുടെ ഇമേജ് പോവാതിരിക്കുക അല്ലെങ്കിൽ ഓപ്പൺ അപ്പ് ആവാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ഈ ഒരു വ്യക്തിക്കുണ്ട്. അതുകൊണ്ടായിരിക്കും ഇവർ പറയാതെ ഓക്കെ നീ പൊയ്ക്കോ എന്നുള്ള രീതിക്ക് ഒരു ആറ്റിറ്റ്യൂഡൊക്കെ പറഞ്ഞ് നിന്നിട്ടുള്ളത്. പക്ഷേ ശരിക്കും ഇവരുടെ ഉള്ളിൽ നല്ല ഫിയർ ഉണ്ട്, ഇനി പോവോ എന്നുള്ളൊരു ഫിയർ നന്നായിട്ടുണ്ടായിരുന്നു. ആ ഒരു എനർജീസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പ്ലീസ് ഗൈഡ് മീ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണായിട്ടുള്ള ലാസ്റ്റ് ഇൻട്രാക്ഷനിൽ എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്താണ് ചിന്തിച്ചിട്ടുള്ളത്? സ്ട്രെസ്, പോസ്റ്റ്പോൺമെൻറ്റ്, ഈ രണ്ട് എനർജീസ്. പിന്നെ ട്രസ്റ്റ്, ഹാർമണി, ലോൺലിനെസ് എന്നുള്ളൊരു കാർഡാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും നമ്മുടെ ഇടയ്ക്ക് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ്. ഇന്ന് ഈ വഴക്കും പ്രശ്നങ്ങളും റിലേഷനിലും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വലിയ മാറ്ററാക്കി എടുക്കണ്ടെന്ന് ഈ ഒരു വ്യക്തി ചിന്തിച്ചിട്ടുണ്ട്. എനിക്കത് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും എന്താ മനസ്സിൻ്റെ ഒരു എനർജീസ് ലൈക്ക് എന്നും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ എന്നും ഉണ്ടാക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഇന്നും വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. എന്നും സംസാരിച്ച് ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന പോലെ ആയിരിക്കും ഇന്നും സംസാരിച്ചിട്ടുള്ളത് എന്നുള്ളൊരു തോട്ട്സിൽ ഈ ഒരു വ്യക്തി ഇരുന്നിട്ടുണ്ട്. നമുക്കത് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ക്ലിയർ ആയിട്ട്. അതുകൊണ്ട് തന്നെ അവർ ചുമ്മാ അത്ര സീരിയസ് ആയിട്ടും ആ ടൈമിൽ ഇതെടുത്ത് ശരിക്കും ആൾക്ക് ഹേർട്ടായിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇതൊരു നോർമൽ വഴക്കായിട്ടായി ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആ ഒരു ടൈമിലും അവർക്ക് വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ നിങ്ങൾ തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ഉണ്ടായി ലോങ് സെപ്പറേഷനിലേക്കും ആ ഒരു പ്രശ്നം വഷളാകുമെന്നും ഈ ഒരു വ്യക്തി ചിന്തിച്ചിട്ടില്ല. ആ ടൈമിൽ ഇവർ ചിന്തിച്ചത് കുഴപ്പമില്ല, ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെയല്ലേ, ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നാളെ ഇതിന് ഇരട്ടിയായിട്ട്. നിങ്ങൾ എപ്പോഴും അങ്ങനെയാണ് വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ടൈമിൽ ഇന്ന് വഴക്കുണ്ടായെങ്കിൽ നെക്സ്റ്റ് ടൈം കണക്ട് ആകുമ്പോൾ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ എന്തോ ഒരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയിലായിരിക്കും നിങ്ങൾക്ക് സ്നേഹവും നിങ്ങൾ വീണ്ടും റീകണക്ട് ആവുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോൾ വഴക്കുണ്ടാക്കിയാൽ എന്താ പിന്നീട് 100 ഇരട്ടി സ്നേഹിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊരു ഇരട്ടിയായിട്ട് വീണ്ടും ഞങ്ങൾ തമ്മിൽ അത്രയും നല്ലൊരു ബോണ്ട് വരും എന്നുള്ളൊരു തോട്ട്സ് ഈ ഒരു വ്യക്തിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിചാരിച്ചു ഓക്കെ അങ്ങനെ ഒരു എനർജിയിൽ നിൽക്കുമ്പോൾ പിന്നെ ഇത് ഞാൻ ഇത്ര വലിയ സീരിയസ് ആയിട്ട് ഇതിനെ എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എന്നത്തെയും പോലെ ആസ് യൂഷ്വൽ എനർജി പോലെ ഇരുന്നാൽ മതി എന്നുള്ള രീതിക്കുള്ളൊരു തോട്ട്സും ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ മെസ്സേജസ് ആണിത് കേട്ടോ. കാരണം ഈ ഒരു വ്യക്തി ഒരു ചിന്തിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കണക്ഷൻ നോർമൽ കണക്ഷൻ അല്ല, സോൾ ലെവൽ കണക്ഷനാണ്, അല്ലെങ്കിൽ സ്പിരിച്വൽ കണക്ഷനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ട്വിൻ ഫ്ലെയിം ജേണിയാണ് എന്നൊക്കെ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക എൻ്റെ ഒരു സോളിൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ ഓപ്പൺ അപ്പ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു വ്യക്തിയുടെ. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടാവും ഒരിക്കലും ഇവളല്ലെങ്കിൽ ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ഞാനില്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ എവിടെ പോകാനാ, ഇത് ഇങ്ങോട്ട് തന്നെ വരും എന്നുള്ളൊരു തോട്ട്സിലേക്ക് ഇരുന്നിട്ടുണ്ടാവും ഈ ഒരു വ്യക്തി. ഓക്കെ, ആ ഒരു എനർജീസും നമുക്കിവിടെ സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇവർക്ക് ഭയങ്കര ഒരു ഐ ഡോണ്ട് നോ, പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ഭയങ്കര ഒരു ട്രസ്റ്റാണ്. എനിക്ക് നിങ്ങളെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും. ഭയങ്കരമായിട്ടൊരു ട്രസ്റ്റാണ് നിങ്ങൾ തിരിച്ചു വരും എന്നുള്ളത്. ലൈക്ക് എത്രയൊക്കെ സ്ട്രെസ്സിലിരിക്കുന്ന ടൈമിലാണെങ്കിലും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കാര്യം തിരിച്ചു വരും, അങ്ങനെ ഒന്നും പോകാൻ പോകുന്നില്ല, വീണ്ടും നിങ്ങൾ തിരിച്ചു ചെല്ലും എന്നുള്ള രീതിക്ക് ഈ ഒരു വ്യക്തി നിൽക്കും. അത് ലൈക്ക് എന്താ അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി പാസ്റ്റിൽ തന്നെ നിൽക്കുന്നത്. മനസ്സിലായി, നിങ്ങളുടെ റിലേഷനിൽ ഗ്രോത്ത് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു മെയിൻ റീസണും ഇതാണ്. നിങ്ങളാണ് ഈ ഒരു തോട്ട്സ് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൽ നമുക്ക് ആ ഒരു വ്യക്തിനെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. കാരണം എന്തൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റിനും നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കാതെ നിങ്ങൾ പോലും ഒരു വാല്യൂ കൊടുക്കാതെ പലപ്പോഴും കൈയും കാലം പിടിച്ച് ഈ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ആ നേരത്തെ നേരത്തെ റിലേഷനിൽ എന്തെങ്കിലും ടേണിംഗ് പോയിട്ട് ഒരു ടവർ മൂവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടവർ മൂവ്മെൻറ്റിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോഴും നിൽക്കുന്നത്. കണ്ടില്ലേ, ഇത് പാസ്റ്റ് എനർജിയാണ്. ഈ ഒരു വ്യക്തി ഈ പാസ്റ്റിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. മനസ്സിലായോ? ഇതിന് മാറിയാൽ മാത്രമേ ഉള്ളൂ. ഇതൊരു പുതിയൊരു തുടക്കമാണ് ഈ ഒരു ഇതെന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു വ്യക്തി ആ പാസ്റ്റിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു ഫ്യൂച്ചറിനെ ആൾക്ക് കാണാൻ പറ്റുന്നില്ല ഈ റിലേഷനിൽ. അതാണ് ഞാൻ മെയിനായിട്ടും പറഞ്ഞത് നിങ്ങളോട്. ഈ ഒരു റിലേഷനിലും നിങ്ങളായിട്ട് ഈ ഒരു വ്യക്തിക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് അറിയാം ഇത് പോയാൽ എവിടം വരെ പോകാനാണ്,
തിരിച്ചിങ്ങ് തന്നെ വരും എന്നുള്ളൊരു തോട്ട്സ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവർ ഒരു എഫേർട്ടും എടുക്കാതെ ഇവർ അവരുടേതായിട്ടുള്ള ഒരു എനർജിയിൽ മാത്രം നിൽക്കുന്നുള്ളത്. അവരുടെ ലൈക്ക് ഇവരുടെ പാസ്റ്റിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ട്രോമാസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിൽ മാത്രമാണെങ്കിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നില്ല ലൈക്ക് ഈ ഒരു വ്യക്തി പഴയ വ്യക്തിയെ പോലല്ല, ന്യൂ പേഴ്സൺ ആണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഇവരുടെ ക്യാരക്ടർ ടോട്ടലി ചേഞ്ച് ആണ്, ഇവർ ഇത്രയും എൻ്റെ അടുത്ത് ഇൻവെസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ അങ്ങനൊന്നും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നില്ല. ഇനിയിപ്പം റിലേഷൻഷിപ്പ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ട്രോമാസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ഇവരെ കുറിച്ചിട്ട് മാത്രം ഒരു എംപറർ എന്നുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. എംപററിന് എപ്പോഴും എന്താണ്, എംപററിൻ്റെ ഫാമിലിയുടെ കാര്യം, എംപററിൻ്റെ സ്വന്തം സെൽഫ് കെയർ ചെയ്യുക, സെൽഫ് ലവ് ചെയ്യുക, അവരുടെ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ ജോലി, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് എംപറർ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നുള്ളത്. അപ്പം ഈ ഒരു എനർജിയിലേക്ക് ഇവരെ കൊണ്ടെത്തിച്ചത് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ അവർക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ട്, ഞാൻ എങ്ങും പോകാൻ പോകുന്നില്ല, തിരിച്ച് ഞാൻ ഉറപ്പായിട്ടും ഇങ്ങോട്ടേക്ക് തന്നെ വരും, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ഒരു എഫേർട്ട് എടുത്തില്ലെങ്കിലും ഞാനിങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾ എങ്ങനെയോ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലാരിറ്റിയുടെ ബേസിലാണ് അവർ ഇപ്പോഴും ഈ ഒരു ടൈമിൽ നിൽക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ട്രസ്റ്റാണ് നിങ്ങൾ തിരിച്ച് ചെല്ലും. നിങ്ങൾ എത്ര വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആ ഒരു ടൈമിൽ പോലും ഇവരുടെ ഉള്ളിൽ ഇത്രയും നെഗറ്റീവ് തോട്ട്സ് വരുമ്പോഴും അറ്റ് ദ സെയിം ടൈം അതിൽ വെറൈറ്റിയായിട്ടൊരു പോസിറ്റീവ് തോട്ട്സ് ഇവിടെ നിങ്ങൾ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കും ഒന്നും ക്ലാരിറ്റി ഒരു വ്യക്തി തരാതിരിക്കുന്നത്. കാരണം ക്ലാരിറ്റി തരേണ്ട ആവശ്യമില്ല, ഒരാൾ എപ്പോഴും അവൈലബിൾ ആണെങ്കിൽ ക്ലാരിറ്റിയുടെ ആവശ്യമില്ല, അവർ ക്ലാരിറ്റി ഇല്ലാതെയും അവിടെ നിന്നോളും എന്നുള്ളൊരു തോട്ട്സ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങളെക്കുറിച്ചിട്ട്. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് വളരെ യൂസ്ഫുൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ലൈക്ക് നിങ്ങൾക്ക് ഇതിൽ കുറേയധികം ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കുറച്ച് ക്ലൂസൊക്കെ നോക്കാം. ഞാനിങ്ങനെ ക്ലൂസൊന്നും നോക്കാറൊന്നുമില്ല, പക്ഷേ എന്തായാലും ആലപ്പുഴ, പ്ലീസ് ഫോർഗീവ് മീ. നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് ഫോർഗീവ് ചെയ്യാനാണ് ഈ ഒരു വ്യക്തി ഈ ഒരു ടൈമിൽ പറയുന്നുള്ളത്. ചാനലിൻ്റെ മെസ്സേജസ് ആണ് ഇത്. എന്താ പറയുക, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം പ്ലീസ് ഫോർഗീവ് മീ എന്നുള്ളൊരു എനർജീസ് ഇവരുടെ ഒരു ഇൻട്രാക്ഷൻ, നിങ്ങളുടെ പാസ്റ്റ് ആയിട്ടുള്ളൊരു എനർജിയിൽ നിങ്ങൾ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്തും ഈ ഒരു വ്യക്തി നിങ്ങളോട് ഒത്തിരി അധികം ഫോർഗീവ്നെസ് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ വേർഡ്സ് ആയിട്ട് ഒരു ആക്ഷൻ വൈസിൽ അത് അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവരുടെ മനസ്സിൽ തെറ്റാണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു റിഗ്രഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് സോറി ചോദിക്കണം, അല്ലെങ്കിൽ നിങ്ങളോട് ചിലരോടൊക്കെ സോറി ചോദിച്ചിട്ടുണ്ടാവാം. ഓക്കെ, എനിക്ക് ആ ഒരു എനർജീസ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ബെസ്റ്റ് ദാറ്റ് വി ഗോ അവർ സെപ്പറേറ്റ് വേസ്. ഈ ഒരു വ്യക്തി പറയുന്നുള്ളൊരു കാര്യം ആ ടൈമിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു വ്യക്തി, നമ്മൾ രണ്ടുപേരും നമ്മുടെ രണ്ടുപേരുടെയും വഴിക്ക് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. എപ്പോഴും അത് തന്നെയായിരിക്കും നമ്മളുടെ ഈ റിലേഷനും നിനക്കും എനിക്കും ഒക്കെ നല്ലത്. അതാണെന്ന് ഈ ഒരു വ്യക്തി ദേഷ്യത്തിൻ്റെ പുറത്ത് ആ ഒരു എംപറർ എനർജിയിൽ പറഞ്ഞിട്ടുണ്ടാവാം. ഒരു എനർജീസ് ഐ സ്റ്റിൽ 100 ബൈ മൈ ആക്ഷൻസ്. നമ്മൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു എനർജീസാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാർഡ്സിൽ ഓൾറെഡി പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനിത് ഡിസ്ക്രൈബ് ചെയ്യാതിരിക്കുന്നത് കേട്ടോ, ലോങ് വീഡിയോ ആവും. അതുകൊണ്ട് ഈ ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ട്രൂ സെൽഫ് അല്ല ഇവർ നിങ്ങളോട് കാണിച്ചിട്ടുള്ളത്. ട്രൂ സെൽഫ് എന്താണ്? ട്രൂ സെൽഫ് എപ്പോഴും ഉള്ളത് ഈ ഒരു ഈ ഹാർമണിയുടെ എനർജീസാണ്. പക്ഷേ ഈ ഒരു ഹാർമണിയുടെ എനർജി അല്ല, ഇവർ ഈ എംപററിൻ്റെ എനർജിയാണ് നിങ്ങളുടെ അടുത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പം ഇവരുടെ ആക്ഷൻ വളരെ മോശമായിരുന്നു നിങ്ങളുടെ നേർക്കുള്ളത്. ഇത് ഈ ഒരു വ്യക്തിക്കും അറിയാം, എല്ലാം അറിഞ്ഞിട്ടും മനഃപൂർവ്വം ചെയ്ത ഒരു കാര്യമാണിത്, നിങ്ങളെ ഹേർട്ട് ചെയ്തത്. വി ബോത്ത് റിക്വയർ എ പീരീഡ് ഓഫ് ഹീലിംഗ്. ഈ ഒരു വ്യക്തി ചിലരോടൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളോട് കുറച്ച് സ്പേസ് ചോദിച്ചിട്ടുണ്ടാവാം. എനിക്ക് ഈ ഒരു സിറ്റുവേഷൻസിൽ റിലേഷനിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല, എനിക്ക് കുറച്ച് സമയം വേണം, എനിക്ക് മാത്രമല്ല നമുക്ക് രണ്ടുപേർക്കും ഒരു ഹീലിംഗ് സ്പേസ് വേണം, സോ എനിക്ക് ആ ഒരു ടൈം വേണം, അതുവരെ നീ എന്നെ കോണ്ടാക്ട് ചെയ്യരുത് എന്നുള്ള രീതിക്ക് ഈ ഒരു വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്യാം. ഈ ഒരു വ്യക്തി ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, എല്ലാം ഓക്കെ ആയതിനു ശേഷം, അല്ല എൻ്റെ മൈൻഡ് ഓക്കെ ആയതിനു ശേഷം ഞാൻ തിരിച്ച് കോണ്ടാക്ട് ചെയ്തോളാം, അതുവരെ നീ എന്നോട് കോണ്ടാക്ട് ചെയ്യണ്ടെന്ന് ഈ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടാവാം. ഓക്കെ,
ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു എനർജീസിൽ കുറച്ച് പേർക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തി കുറച്ച് പേരെയൊക്കെ മീറ്റ് ചെയ്യാൻ വരാനായിട്ടുള്ള ചാൻസസ് എനിക്കിവിടെ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും എനർജീസ് അത്ര വലിയ എല്ലാവർക്കും ഫുൾ കാർഡ്സ് റീഡിങ്സ് റെസനേറ്റ് ആവില്ല. ചിലർക്കൊന്നും അത്രയും വലിയ ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ആയിരിക്കത്തില്ല. അത്രയും വലിയ സീനായിട്ടുള്ള വഴക്കും പ്രശ്നങ്ങളും ഒന്നും നിങ്ങളുടെ ഇടയിൽ ആയിരിക്കില്ല. അപ്പോൾ ജസ്റ്റ് കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രോബ്ലംസ് ചിലപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവത്തുള്ളൂ. എന്തെങ്കിലും ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ. പക്ഷേ ഈഗോ എപ്പോഴും ഏത് റിലേഷനിലും ഈഗോ വരുമ്പം ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളും വലിയ വലിയ വഴക്കുകളായിട്ട് മാറാറുണ്ട്. അപ്പം അതുപോലെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളെ വന്ന് കണ്ട് സംസാരിക്കാനുള്ള ചാൻസസ് ഉണ്ട് കുറച്ച് പേർക്കൊക്കെ. എനിക്കറിയില്ല, ചിലർക്കൊക്കെ കോണ്ടാക്റ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് ഈ റീഡിങ്ങിൻ്റെ ഭാഗമായിട്ടല്ല, എനിക്ക് മെസ്സേജസ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് പറഞ്ഞാണ് കേട്ടോ. ആക്റ്റഡ് ലൈക്ക് ഇറ്റ് വാസ് നോട്ട് എ ബിഗ് ഡീൽ വെൻ ഇറ്റ്സ് റിയലി വാസ് ബ്രേക്ക് മൈ ഹാർട്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഈ ഒരു വ്യക്തി കാണിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ള രീതിക്ക് എംബ്രർ എനർജിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുടെ ഹേർട്ടിനെ നല്ല രീതിക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ ഫേസ് അല്ല, നിങ്ങളോട് പറഞ്ഞു പോയിട്ടുള്ള വാക്കുകൾ, നിങ്ങളോട് ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തികൾ നല്ല രീതിക്ക് ഒരു വ്യക്തിയെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. സജിറ്റേറിയസ് ആയിരിക്കാം ഈ ഒരു വ്യക്തിയുടെ സൈൻ എന്ന് പറയുന്നത്. പറയുന്നത് കൊണ്ടാണ് ഞാൻ ഓൾറെഡി ഇത് കാർഡ്സിൽ വന്ന എനർജീസ് ആയതുകൊണ്ടാണ് ഞാനത് റീഡ് ചെയ്യാത്തത് കേട്ടോ. കമ്മിറ്റ്മെൻറ്റ് എനർജീസാണ് വന്നിട്ടുള്ളത്. അല്ല സോറി, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ഏരീസ്. പക്ഷേ ഈ കാർഡ്സിൽ വരാത്ത എനർജീസ് ഞാൻ പറയാം. കാരണം നമ്മളെപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം വീണ്ടും വീണ്ടും പറയാമെന്ന് പറയും. ഐ എം നോട്ട് ദ സെയിം പേഴ്സൺ. ഇവർ റിട്ടേൺ ആയിട്ട് ആ ടൈമിൽ ഇവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ഈ ഒരു 4 of Cups എനർജീസ് അല്ലേ. ഇവർ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഒരു സെക്കൻഡ് ചാൻസസ് ഈ ഒരു വ്യക്തിക്ക് കൊടുക്കത്തില്ല എന്ന് സ്ട്രോങ് ആയിട്ട് ഈ ഒരു വ്യക്തി ബിലീവ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തുടക്കത്തിലേ ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിനി ഒരു കപ്പ് ഓഫ് ലവ് ഈ ഒരു വ്യക്തി ഒന്ന് ഓഫർ ചെയ്താൽ പോലും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അല്ലെങ്കിൽ ഇനി അത് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്കൊന്നും കൂടി ഒരു 10-15 തവണയെങ്കിലും ആലോചിക്കേണ്ടതായിട്ട് വരും. നിങ്ങളതിന് കൂടുതൽ ആലോചിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഡൗൺ ആയിട്ടുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി. ഐ എം നോട്ട് ദി സെയിം പേഴ്സൺ എന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ ഇനിയിപ്പോൾ ഈ ഒരു വ്യക്തി എന്തുകൊണ്ട് തന്നെന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആവുന്നുണ്ടാവില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വെരി ഗുഡ്. മെൻ്റൽ ഹെൽത്ത് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഐ നോ ഐ ആം മെസ്ഡ് അപ്പ് എവറിത്തിങ്. എല്ലാം ഞാൻ മെസ്ഡ് അപ്പ് ചെയ്തു എന്ന് ഈ ഒരു വ്യക്തിക്ക് എന്നെ അറിയാതെ ഓൾറെഡി 5 of Cups എനർജിയാണ്. ഐ എം റിയലി ബാഡ് അറ്റ് കമ്മിറ്റ്മെൻറ്റ്. ഞാൻ ഓൾറെഡി ട്രോമാസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇവർക്ക് കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമാസ് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫിയർ കൊണ്ട് ഈ ഒരു വ്യക്തി കമ്മിറ്റ്മെൻറ്റ് തരുന്നുണ്ടാവില്ല നിങ്ങൾക്ക്. ഐ ആം സ്റ്റിൽ ദെയർ വേർ അവർ കോൺവെർസേഷൻസ് ഓക്കെ. ഐ ആം സ്റ്റിൽ ദെയർ വേർ അവർ കണക്ഷൻ ഓക്കെ. നിങ്ങളുടെ കണക്ഷൻ എൻഡായിട്ടുള്ള ഒരു ഏത് ഫേസിലാണോ നിങ്ങളുടെ കണക്ഷൻ എൻഡായില്ല, നിങ്ങൾ വെച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ നിർത്തിയിട്ടുള്ള ഒരു ഫേസ് ഏതാണോ ആ ഒരു ഫേസിൽ തന്നെ ഇപ്പോഴും ആൾ സ്റ്റക്കായിട്ട് നിൽക്കുക എന്നാണ് ആൾ പറയുന്നുള്ളത്. അത് നല്ലൊരു മെസ്സേജ് ആയിരുന്നു അല്ലേ, നമ്മുടെ റീഡിങ്ങിന് കണക്റ്റഡ് ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിംസ്. ഐ തിങ്ക് ഇറ്റ്സ് യുവർ ട്വിൻ ഫ്ലെയിം. എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഈ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് അറിയത്തില്ല ശരിക്കും ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണെന്നൊക്കെ. ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വ്യക്തിയിൽ കോ ഡിപ്പെൻഡൻസിൽ നിൽക്കുമ്പോഴാണ് ഏറ്റവും ഇഷ്യൂസ് ക്രിയേറ്റ് ആവുന്നത്. കോ ഡിപ്പെൻഡൻസിലില്ലാത്തപ്പോൾ നമുക്കൊരു കുഴപ്പം ഉണ്ടാവില്ല. ട്വിൻ ഫ്ലെയിംസിൻ്റെ മീനിങ് അറിയാതെ നമ്മൾ ട്വിൻ ഫ്ലെയിംസ് ഒരു റൊമാൻറ്റിക് ജേണിയാണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. ട്വിൻ ഫ്ലെയിം ഒരു ഹീലിംഗ് ജേണിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ റൊമാൻസ് ഇല്ല എന്നല്ല, നമ്മളുടെ സോൾ പാർട്ട്ണറാണ്. അതായത് നമ്മളുടെ സോൾ ക്രിയേറ്റ് ചെയ്ത കാലം മുതൽ നമ്മളെ മാരേജിൽ ഡിവൈൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ എവർ പാർട്ട്ണറായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ കൂടെയാണ്.
അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അഫെക്ഷൻ നമ്മുടെ സോളിന് എന്തായാലും ഉണ്ടാവും. കാരണം നമ്മൾ ഓരോ ജന്മത്തിലും പുതിയ പുതിയ ശരീരം എടുക്കുന്നു എന്നുള്ളതല്ലാതെ നമ്മളുടെ സോൾ ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. സോൾ ഓരോരോ ലെസൺ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടില്ല, അവരുടെ കർമ്മങ്ങൾ തീർക്കാനാണ് ഓരോ ടൈമിലും ജന്മം എടുക്കുന്നുള്ളത്. അപ്പോൾ ഫോർ എവർ മാരേജ് എന്നുള്ളൊരു കൺസെപ്റ്റ്, ഗോഡായിട്ട് നിങ്ങൾക്ക് മാരേജ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാക്കിയ ടൈം മുതൽ നിങ്ങൾ ഹസ്ബൻഡ് വൈഫാണ് ട്വിൻ ഫ്ലെയിംസ് തമ്മിൽ. ഇത് ഫോർ എവർ പാർട്ട്ണറാണ് നിങ്ങളുടെ. ഇത് ഒരു വ്യക്തിക്കും പിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു കണക്ഷനാണ് ട്വിൻ ഫ്ലെയിം കണക്ഷൻസ്, അല്ലെ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നതിലുള്ള സോൾസുകൾ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മളുടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ വീണ്ടും റീബർത്ത് ചെയ്യുമ്പോൾ ലോകമായിട്ട് നമുക്ക് കണക്റ്റഡ് ആകുമ്പോൾ ആ ഒരു എനർജിയിൽ നമുക്ക് എന്തായാലും ഒരു കാർമിക് പാർട്ട്ണർ കിട്ടും. നമ്മളുടെ ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ ആയിരിക്കാം, ഒക്കെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരിക്കുമുള്ള പാർട്ട്ണർ, ട്രൂ പാർട്ട്ണർ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം തന്നെ ആയിരിക്കും. ഓക്കെ, അതിപ്പോൾ നിങ്ങളിപ്പം എന്താ പറയുക, നമ്മൾ ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ട്വിൻ ഫ്ലെയിംസിനെ ചൂസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിമിൻ്റെ കൂടെ ട്വിൻ ഫ്ലെയിം ജേണിയിൽ പോകുന്നത് കൊണ്ട് കറണ്ട് പാർട്ട്ണറിനെ എനിക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുമോ എന്നുള്ളത്. നിങ്ങൾക്ക് ആ ഒരു കറണ്ട് പാർട്ട്ണറുമായിട്ട് കർമ്മ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ അവരെ മാരേജ് ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് റിലേഷനിൽ നിൽക്കുന്നുള്ളത്. അപ്പം ആ ഒരു കർമ്മ നിങ്ങൾ ഫിനിഷ് ചെയ്യണം. അപ്പോൾ അതിലൊരു മിസ്റ്റേക്സ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ആ ഒരു കർമ്മ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ ഒരു കർമ്മ ഫിനിഷ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാർമിക് പാർട്ട്ണർ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ കട്ട് ചെയ്ത് പോകുന്നുണ്ടാവും. ഓക്കെ, പക്ഷെ എന്തായാലും ആ ഒരു ടൈമിലും നിങ്ങൾക്ക് കുറച്ച് നാളൊരു പെയിൻ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരുമായിട്ടുള്ളൊരു കർമ്മയുടെ ഒരു കോൺട്രാക്റ്റ് ഉണ്ടല്ലോ, അത് ഫിനിഷ് ചെയ്യുക, അല്ല ഒരു കാർമിക് സൈക്കിൾ ഫിനിഷ് ചെയ്യുന്നതോടെ വരെ നിങ്ങൾക്ക് അതിൽ സ്ട്രഗിൾ ചെയ്യാനുണ്ടാവും. അതായത് നിങ്ങൾ കഴിഞ്ഞ ജന്മവും ഈ ഒരു കാർമിക് പാർട്ട്ണറുമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടാകും. കാരണം അവരോട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ജന്മങ്ങൾ എടുത്തു വന്ന ടൈമിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ അവരിൽ മാരേജുമായിട്ട് കണക്റ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ കണക്റ്റ് ആവുന്നത്. അത് കഴിയുമ്പോൾ അത് ലോങ് ജേർണി ആയിരിക്കാം. ഒരു പക്ഷേ 30-35 വർഷങ്ങളിലൊക്കെ നിൽക്കുന്ന ലോങ് കാർമിക് സൈക്കിൾസ് ഉണ്ടാവാറുണ്ട്. 15 വർഷമൊക്കെ നിൽക്കുന്ന ലോങ് കാർമിക് സൈക്കിൾസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ നിങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണി ഒരിക്കലും ഒരു റൊമാൻറ്റിക് ജേർണി ആയിട്ട് നിങ്ങൾ കാണാൻ പാടില്ല. പക്ഷേ റൊമാൻസ് ഉണ്ട് അതിൽ. നിങ്ങൾ ഹീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൊമാൻറ്റിക് സൈക്കിൾസൊക്കെ ഉണ്ട്, അത് വളരെ ഹെവി ആയിരിക്കും. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എന്താണോ നിങ്ങളെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നത്, എന്താണോ ട്രിഗർ ചെയ്യുന്നത്, ട്വിൻ ഫ്ലെയിം എന്താണോ ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ള കാര്യമാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തെ ഹീൽ ചെയ്യുക, ഒരു പാർട്ടിനെ ഹീൽ ചെയ്തെടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ ജേർണിയിൽ ഒരു റീയൂണിയൻ എന്നുള്ള ഒരു എനർജി ഉണ്ടല്ലോ. എല്ലാവർക്കും റീയൂണിയൻ ട്വിൻ ഫ്ലെയിമിൽ പോസിബിൾ അല്ലാഴികയൊന്നുമില്ല. നിങ്ങൾ ഹീലിംഗ് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഹീലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്വിൻ ഫ്ലെയിം ജേർണിയിൽ റീയൂണിയൻ പോസിബിളാണ്. റീയൂണിയൻ പോസിബിൾ അല്ല എന്ന് പറയുന്നതിനോട് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നില്ല. കാരണം അതെല്ലാം നമ്മളിലാണ് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ എത്രമാത്രം നമ്മുടെ പല കർമ്മങ്ങളും ചെയ്ത് തീർക്കാനുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് തീർക്കുന്നു, നമ്മുടെ കർമ്മ ക്ലിയർ ചെയ്യുന്നു, പാസ്റ്റ് ലൈഫ് കർമ്മ ക്ലിയർ ചെയ്യുന്നു, അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ട് മാരേജിലേക്കോ റീയൂണിയനിലേക്കോ ഒക്കെ വരാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾക്ക് ആകെപ്പാടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിംഗ് എനർജി ഇന്നർ വർക്ക്സ് ചെയ്യുക. എല്ലാ ഇന്നർ വർക്ക്സും അല്ല, ഏറ്റവും കൂടുതൽ ട്വിൻ ഫ്ലെയിമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സെൽഫ് ലവ് ആണ്. സെൽഫ് ലവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ. നിങ്ങൾ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു, എത്രമാത്രം നിങ്ങൾ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഓരോ ജേർണിയിലും ഹീലിംഗ് എന്ന് പറയുന്നത്. പിന്നെ മിറർ എക്സസൈസ് ചെയ്യുക. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എന്താണോ നിങ്ങളെ ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നത് ആ ഒരു കാര്യം എഴുതി വെക്കുക, മിററിങ് ചെയ്യുക, മിറർ ചെയ്ത് ഹീൽ ചെയ്യുക, ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുക. പൊതുവെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് പോലെ തന്നെയാണ് മിറർ എക്സസൈസിലും ഹീലിംഗ് വരുന്നുള്ളത്. ചെയ്യുക. ഓരോ കാര്യത്തെയും ഹീൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണെന്നുണ്ടെങ്കിൽ അവരുടെ എനർജിയിൽ ഷിഫ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പം പലരും ഇങ്ങനെ ഇത്രയും പെയിൻ ഫീൽ ചെയ്യുന്നതിന് ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളെ എന്താണോ പഠിപ്പിക്കുന്നത്, എന്ത് കാര്യം ഹീൽ ചെയ്യാനാണോ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കാതെ വീണ്ടും ഇമോഷൻസിൽ നിൽക്കുന്നത് കൊണ്ടാണ്. എന്നുവെച്ചാൽ ഈ ഒരു ജേർണിയിൽ ഇമോഷൻസ് ഇല്ലെന്നുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ലെവലിൽ ഇമോഷൻസ് ഉണ്ട്. ഏതൊരു വ്യക്തിയായിട്ട് നിങ്ങൾ ഇതിന് മുമ്പ് കണക്റ്റഡ് ആയിട്ടിരുന്ന അതിനേക്കഴിഞ്ഞും കൂടുതൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമുമായിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങളിതിനു മുമ്പ് കുറേ കാർമിക്സുമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനോട് ഫീൽ ചെയ്യുന്ന ആ ഒരു സ്നേഹമോ ഇഷ്ടമോ ആ ഒരു അഡിക്ഷനോ ഒന്നും ഒരിക്കലും അത്രയ്ക്കും ആ ഒരു ബോണ്ടൊന്നും നിങ്ങൾക്ക് എവിടെയും ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല. ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഏറ്റവും കൂടുതൽ ഹീലിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഹീലിംഗ് ചെയ്താലേ ഉള്ളൂ നമുക്ക് പെർമനൻറ്റ് റീയൂണിയൻ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾക്കുള്ള കർമ്മങ്ങൾ ചെയ്ത് തീർത്താലേ ഉള്ളൂ
പാസ്റ്റ് ലൈഫ് കർമ്മയൊക്കെ റിലീസ് ചെയ്താലേ ഉള്ളൂ നിങ്ങൾക്ക് ഗോഡ് ഡിവൈൻ ഒക്കെ നിങ്ങളെ യൂണിവേഴ്സ് ആ ഒരു റീയൂണിയനിലേക്ക് കൊണ്ടുവരികയുള്ളൂ. കേട്ടോ, ഈ ഒരു കാര്യം മറക്കരുത്. പിന്നെ എല്ലാവരും ട്വിൻ ഫ്ലെയിം ജേർണീനെ കുറിച്ചിട്ട് എല്ലാവരും എനിക്കറിയില്ല, കുറേ ചാനൽസ് ഉണ്ട്, എല്ലാവരും എങ്ങനെ ഗൈഡ് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആ ഒരു ജേർണിയിലുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു പ്രോപ്പർ ഗൈഡൻസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. പൊതുവെ ഇപ്പം പല പല കാര്യങ്ങൾ മിക്കവരും ട്വിൻ ഫ്ലെയിം ജേർണി എന്നുള്ളൊരു ഗൈഡൻസ് കൊടുക്കുന്നതിൽ കൂടുതലായിട്ടും സന്യാസത്തിലേക്കുള്ള ഒരു ഗൈഡൻസും കൂടിയൊക്കെയാണ് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത്രയും ഒരു സന്യാസത്തിലേക്കുള്ള ഒരു ഇന്നർ വർക്ക്സും കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം സെൽഫ് ലവ് പ്ലസ് മിറർ എക്സസൈസ്, കർമ്മ ക്ലിയറിങ്, ഇതൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ സെൽഫ് ലവ് മാത്രം ചെയ്താലും മതിയാവും. പിന്നെ മിറർ എക്സസൈസ്, അത് രണ്ടും മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. സോ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് നൈസായിട്ട് വരാം. ഐ ബിലീവ് വി ആർ meant to be together. Okay. I want to make things right. Want to reach out but I'm afraid. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള മെസ്സേജസ് ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ റീഡ് ചെയ്യാത്തത്. ഓക്കെ. വാണ്ട് ടു റീച്ച് ഔട്ട് ബട്ട് ഐ ആം ഫ്രൈഡ്. ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇവർക്ക് നല്ല പേടിയാണെന്നാണ് ഇവർ പറയുന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള എല്ലാ മെസ്സേജസും എല്ലാ കാര്യങ്ങളുമാണ് ഈ ഒരു മെസ്സേജസ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ അതുകൊണ്ടാണ് ഞാൻ ബ്രീഫായിട്ടും ഇത് ഡിസ്ക്രൈബ് ചെയ്യാത്തത്. സോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഐ തിങ്ക് ഇത് കുറേ യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു. മിക്കവർക്കും ഒരു ഹീലിംഗ് കൊടുക്കുന്നുണ്ടാവും. നമ്മൾ അതാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഓക്കെ, താങ്ക് യു.